ആദ്യാനുരാഗം അവസാന ഭാഗം. രചന ദി മാജിക്കൽ റൈറ്റർ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ. അവൻ ആഗ്രഹിച്ചിരുന്ന സമയം വന്നു. കൃത്യം 9 മണിയായപ്പോൾ അവൻ തല ഉയർത്തി അവളുടെ ബാൽക്കണിയിലേക്ക് നോക്കി. അവളെ കണ്ടില്ല. അവന്റെ ഉള്ളിൽ വല്ലാത്ത സങ്കടം അനുഭവപ്പെട്ടു. അവൻ നിരാശയോടെ വണ്ടിയെടുത്ത് പോകാൻ തുടങ്ങിയതും പിന്നിൽ നിന്നൊരു ശബ്ദം. മഴ പെയ്യുന്നതുകൊണ്ട് പെയ്തില്ലല്ലോ. നിഷ, ഞാൻ വരില്ലെന്ന് എഴുതിയോ? വീട്ടിലെത്തിയാലല്ലേ ബാൽക്കണിയിൽ വന്ന് നിൽക്കാനാവും. അവളെ കണ്ടതും ജിയോ മറ്റൊരു ലോകത്തിലായി പോയിരുന്നു. അവൻ ആഗ്രഹിച്ച ദിവസം, അവൻ ആഗ്രഹിച്ച സമയം. അവന്റെ നിഷ അവനെ നോക്കി ചിരിച്ചുകൊണ്ട് മുന്നിൽ നിൽക്കുന്നു. അവൻ അവളുടെ കണ്ണിൽ കണ്ണെടുക്കാതെ നോക്കി നിന്നു. ഏയ്, എന്താ ഇങ്ങനെ നോക്കുന്നേ? നീ പറഞ്ഞിട്ടല്ലേ ഞാൻ വന്ന്, എന്നിട്ട് എന്നോടൊന്നും പറയാനില്ലേ? ജിയോ ചിരിച്ചുകൊണ്ട് നിഷ മുകളിലേക്ക് നോക്ക്. ആൾ മുകളിലേക്ക് നോക്കിയതും ഒരു മഴത്തുള്ളി അവിടെ മുഖത്ത് വന്ന് തലോടി. ജിയോ, മഴ, നമുക്ക് കയറി നിൽക്കാം. നീ പറഞ്ഞ പോലെ വാ. വേണ്ട നിഷ, ഈ മഴ നമുക്ക് വേണ്ടിയാണ് പെയ്യുന്നത്. നമ്മൾ അനുഗ്രഹിക്കാൻ പെയ്യുന്ന മഴയാണ്. ഈ മഴയിൽ നമ്മൾ മാറിക്കാൻ പാടില്ല. ഇത് നമ്മുടെ പ്രണയത്തിന് തുടക്കം കുറിക്കുന്ന മഴയാണ്. അതിന് ഞാൻ നിന്നെ പ്രേമിക്കുകയല്ലോ ജിയോ. ജിയോ ചെറുതായൊന്ന് ചിരിച്ചു. നീ വെറുതെ കള്ളം പറയേണ്ട നിഷ. നിഷ, നിന്നെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഒരു മഴയുള്ള രാത്രിയിലാണ്. ഞാൻ വിളിച്ചിട്ട് നീ വന്ന ഈ രാത്രിയിലും മഴയുണ്ട്. നീ എന്നെ പ്രണയിക്കുന്നില്ലെന്ന് പറഞ്ഞിട്ടും ഈ മഴ മായുന്നില്ല. നീ നിന്റെ പ്രണയം ഒളിപ്പിച്ചു വെച്ചാലും ഈ പ്രകൃതി കള്ളം പറയില്ല. അവളൊന്നും മിണ്ടാതെ അല്പസമയം മൗനമായിരുന്നു. ദിവ്യ, നീ ആദ്യമായിട്ട് കണ്ടപ്പോഴും മഴ പെയ്തിരുന്നോ? ജിയോ ചെറിയ ഞെട്ടിലോടെ അവളെ നോക്കി. എങ്ങനെ അറിഞ്ഞു? അതൊക്കെ പറയാം. നീ ആദ്യം പറഞ്ഞ വാക്ക് പാലിക്ക്. എന്തു വാക്ക്? മറന്നുപോയോ? അന്ന് ഇന്റർവ്യൂവിന് ലാസ്റ്റ് പറഞ്ഞ്. ഓഹ്, ടീ, പാലറസ്, വിത്തൗട്ട് ഷുഗർ. അവർ രണ്ടുപേരും കൂടി ബൈക്കിൽ കയറി. അവർക്ക് വേണ്ടി പെയ്ത മഴ നനഞ്ഞ് ടീ ഷോപ്പിലെത്തി. ചേട്ടാ, 2 കട്ടൻ. നിഷ, നിന്നിപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. ആഹാ, അത് കൊള്ളാലോ. അപ്പൊ നേരത്തെ ഭംഗിയില്ലായിരുന്നോ? ഏയ്, അങ്ങനെയല്ല ഉദ്ദേശിച്ച്. ദാ ടീ, നീ ചായ കുടിക്കുക. നിനക്കെന്നെ പാസ്റ്റ് എങ്ങനെ അറിയാം? അതൊക്കെ അറിയാം. നിന്റെ സ്വഭാവം, നിന്റെ പാസ്റ്റ്, ഇതൊക്കെ എനിക്കറിയാം. ആര് പറഞ്ഞു? അതൊക്കെയുണ്ട്. പറയാനും ഉദ്ദേശമില്ല അല്ലേ? അതുകൊണ്ട് നേരത്തെ നീ പറഞ്ഞ കള്ളല്ലേ? എന്ത്? എന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞ്? ഇഷ്ടമല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ജിയോ. എനിക്കെന്നെ ഭയങ്കര ഇഷ്ടമാണ്. അതിൽ ഞാൻ കുറച്ചാൾ മാത്രം പരിചയമുള്ള നിന്റെ കൂടെ ബൈക്കിൽ കയറി ഈ രാത്രിയോടെ വന്ന്. പക്ഷേ അത് പ്രണയമാണോ ജിയോ? ഇഷ്ടമാണ്, പക്ഷെ പ്രണയമല്ലേ? എക്സാക്ട്ലി. സോ നീ എന്നെ പ്രണയിക്കാൻ എന്താ ഞാൻ ചെയ്യേണ്ടത്? നിഷ ചിരിച്ചുകൊണ്ട്. അയ്യോ, സമയം പോയി, നീ എന്നെ വീട്ടിലിട്. നിഷ, നീ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. താങ്ക് യു. വാ പോവാം. ആറ് ബൈക്കിൽ കയറി. നിഷ, എന്തോ? ഏയ്, ഒന്നുമില്ല. പോകുന്ന വഴിയെ അവൻ കണ്ണാടിയിലൂടെ അവളെ തന്നെ നോക്കി. കാറ്റത്ത് അവിടെ മുടികൾ അവനെ തലോടിക്കൊണ്ടിരുന്നു. നീ എൻ്റെ ജീവിതം മെഡിക്കൽ കോളേജിലാക്കുമോ? എന്ത്? നേരെ നോക്കി വണ്ടി ഓടിക്ക്. അവനവളെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്ത് തിരിച്ച് വീട്ടിലേക്ക് പോയി. അതിരുവിട്ട സന്തോഷത്തോടെയാണ് അവൻ വീട്ടിലേക്ക് ചെന്ന്. അവനോടി റൂമിലേക്ക് ചെന്ന് ബെഡിലേക്ക് കിടന്നു. ഇപ്പോഴും അവന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒരു നോക്ക് കാണാൻ ഒരുപാട് കഷ്ടപ്പെട്ടിരുന്ന പെണ്ണ് ഇന്ന് രാത്രി അവനോടൊപ്പമായിരുന്നു. ആൾക്ക് അവനോട് തോന്നുന്ന വികാരത്തെ എന്ത് പേരിട്ട് വിളിക്കണമെന്ന് അവൾക്കറിയില്ല. ജിയോ മെല്ലെ ഉറക്കത്തിലേക്ക് വീണു. പിറ്റേ ദിവസം റിംഗ് ടോൺ കേട്ടാണ് ജിയോ ഉണർന്ന്. ഈ താര ഇവന്മാരുടെല്ലാം ഞാൻ 100 പ്രാവശ്യം പറഞ്ഞിട്ടുള്ള ഈ വെളുപ്പം കാലത്ത് ഇങ്ങനെ കിടന്ന് വിളിക്കരുതെന്ന്. ഹലോ, എന്താ വലിയ ദേഷ്യത്തിലാണോ? നിഷ, അപ്പൊ ശബ്ദം കേട്ടാ മനസ്സിലാവല്ലേ? നിഷ, നീ വിളിക്കുന്ന ഞാൻ വിചാരിച്ചില്ല. എന്തേ വിളിക്കണ്ടേ? എന്നാ വെച്ചേക്കാം. അയ്യോ, വെക്കല്ലേ. മോന് കാര്യം ചെയ്യും. എണീറ്റ് നിന്നെ മെയിലൊന്ന് എടുത്തു നോക്ക്. മെയിലെന്താ? അത് നോക്കുമ്പോൾ അറിയാം. നീ ഫോൺ വെച്ചേ. ജിയോ ഓടിച്ചെന്ന് ലാപ്ടോപ്പ് ഓണാക്കി മെയിൽ ചെക്ക് ചെയ്തു. അപ്പോയിന്റ്മെന്റ് ലെറ്റർ. ജിയോ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. അവൻ അതിൻ്റെ ഒരു പ്രിന്റ് എടുത്ത് വായിക്കാൻ തുടങ്ങി. ഡിയർ ജിയോ, വി റെഫർ ടു യുവർ റീസെന്റ് ഇന്റർവ്യൂ ആർ ഓഫറിംഗ് ഇറ്റ് ടു ദി ഓതറൈസ്ഡ് സിഗ്നേച്ചറി നിഷ, HR മാനേജർ. നിഷ? അവൻ ആ ലെറ്റർ നെഞ്ചോട് ചേർത്ത് വെച്ചു. അപ്പോഴേക്കും ജിയോ അവൻ്റെ മുറിയിലേക്ക് വന്നു. എന്താ ഏട്ടാ? എന്ത്? കയ്യിലൊന്നുമില്ല. അല്ല, ഇത്രയും ഓമനിക്കാൻ മാത്രം എന്താ ഇതില്? നീ ബോഡി കുരിപ്പേ കാണിക്കുന്നോ അത് അമ്മയെ വിളിക്കണോ? ഓഹ്, ഇന്നാ കൊണ്ടുപോയി തിന്ന്. ജിയ പേപ്പർ എടുത്ത് വായിച്ചു നോക്കി. ഓ, ഇതായിരുന്നു ഇത്രയും ചാടാ. എന്തായാലും ടെറസിൽ പോവാതെ രക്ഷപ്പെട്ടു. നീ പോ, അവളിന്ന് വിളിക്കാം. ഹലോ നിഷ. ഹലോ, മെയിൽ കണ്ടോ? കണ്ടു. ഹാപ്പി ആയോ? വൈകിട്ടൊന്ന് കാണാൻ പറ്റുമോ? കാണാലോ. ഇന്നലത്തെ പോലെ വീണ്ടും താഴെ വാ, മഴ പെയ്താലോ? ജിയ ചിരിച്ചുകൊണ്ട് ഓക്കെ പറഞ്ഞു. ജിയ നടന്ന കാര്യങ്ങൾ മുഴുവൻ അരുണിനോട് പറഞ്ഞു. എടാ മോനെ, ഉള്ളതാണോ? ഇന്നലെ രാത്രി അവൾ നിന്റെ കൂടെ വന്നോ? എന്നിട്ടിന്ന് ജോലിയും തന്നോ? ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നടാ? മോനിപ്പോ എല്ലാം പറയാനുണ്ടോ? അല്ല, ഇന്നലെ രാത്രി അത്രയും നേരം ഒരുമിച്ചായിരുന്നില്ലേ? വല്ലതും നടന്നോ? എന്ത്? ഓ, ഒന്നും അറിയാത്ത പോലെ. പോടാ, അങ്ങനെയൊന്നുമില്ല. ഓഹ്, ഞാൻ വല്ലോ ആയിരിക്കണം. എടാ, ഒരു പെണ്ണിന്റെ ശരീരത്തിൽ തൊടാൻ എളുപ്പാ, മനസ്സിൽ തൊടാനാ പാട്. അല്ല, ഞാനിതാരോടോ പറയുന്നേ? ഞാൻ പോവാ. അളിയാ, ജോലി കിട്ടിയതിന്റെ ട്രീറ്റ് നാളെയോട്ടെ.
നേരെ സന്ധ്യയായി. ജിയോ അവളെ കാണാൻ അവിടെ വീടിന് മുമ്പിൽ ചെന്നു. അവൾ ഇറങ്ങി വന്നു. വീട്ടിലാരാ ഉള്ളേ? ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവൾ നാട്ടിൽ പോയി. ഇനി 2 ദിവസം കഴിഞ്ഞിട്ട് വരൂ. നിഷ താങ്ക്സ്. എന്തിന്? ജോബ്. നിഷ മെല്ലെ ചിരിച്ചുകൊണ്ട്. അത് നീ വെച്ചോ. നീ വീട്ടിലേക്ക് വരുന്നുണ്ടോ? ആരെങ്കിലും കാണില്ലേ? കണ്ടാലെന്താ? ശരിയാ, കണ്ടാലെന്താ? ആളവനെ വീടിനുള്ളിലേക്ക് കൊണ്ടുപോയി. നൈസ് ഹൗസ്. എന്താ എഴുതി തരണോ? തമാശതാണോ? എന്തു തോന്നി? നീ ഇരിക്കെ, ഞാൻ ചായ എടുക്കാം. അയ്യോ ചായ ഒന്നും വേണ്ട, നീ ഇവിടെ ഇരിക്കെ. ആളവൻ്റെ അടുത്തിരുന്നു. അവൻ അവളെ തന്നെ നോക്കിയിരുന്നു. എന്താടാ എന്നാ നീ ഇങ്ങനെ നോക്കുന്നേ? നിഷ, നിനക്കെൻ്റെ ഫീലിങ്സ് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നിഷ, ഞാനിപ്പോൾ വല്ലാത്തൊരു മാനസികാവസ്ഥയില്ല. നീ എന്തെങ്കിലും ഒന്ന് പറ. എനിക്ക് നിന്നെ വല്ലാത്തൊരു ഇഷ്ടമാടി. നിന്നോട് ഞാനിപ്പോൾ അതെങ്ങനെയാ പറയണ്ടേ? ജിയോ, ഞാൻ നിന്നെ ഒന്ന് ഹഗ് ചെയ്യട്ടെ? എന്താ? ഞാൻ നിന്നെ ഒന്ന് ഹഗ് ചെയ്തോട്ടെ എന്ന്. ആളവനെ കെട്ടിപ്പിടിച്ച് മെല്ലെ കരയാൻ തുടങ്ങി. അതുവരെ കണ്ട നിഷയല്ല അപ്പോൾ അവൻ കണ്ടത്. ജിയോ, നീ എന്നും എൻ്റെ കൂടെ ഉണ്ടാവൂടാ? ആൾക്ക് എന്തൊക്കെയോ വിഷമങ്ങളുണ്ടെന്ന് അവന് മനസ്സിലായി. അവൻ അവളെ ആശ്വസിപ്പിച്ചു. എന്നാൽ അവനൊന്നും ചോദിച്ചില്ല. ഞാനുണ്ടാവും നിഷ, എന്നും നിന്റെ കൂടെ ഉണ്ടാവും. നമുക്ക് ഡ്രൈവിങ്ങിന് പോവാം. പോലോ. ആറ് പുറത്തേക്ക് ഇറങ്ങി ബൈക്ക് എടുത്തു. ജിയോ, നിന്റെ കൂടെ എനിക്കിങ്ങനെ മരണം വരെ പോകണം. നിഷ, ഞാനുണ്ടാവും നിന്റെ കൂടെ എന്നും. ആൾ വീണ്ടും കരയാൻ തുടങ്ങി. നിന്റെ വിഷമങ്ങൾ എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷെ ഈ നിമിഷം മുതൽ അത് നിന്റെ മാത്രം വിഷമങ്ങളല്ല. ജിയോ, ലോറി! പറഞ്ഞു തീരും മുന്നേ ഒരു ലോറി അവരുടെ ബൈക്ക് ഇടിച്ചു തെറിപ്പിച്ച് പോയി. അവർ രണ്ടുപേർ റോഡിലേക്ക് തെറിച്ച് വീണു. വീഴ്ചയിൽ ഒരാളുടെ തല റോഡിലടിച്ച് തലപൊട്ടി രക്തം വാർന്നൊലിച്ചു. നിൻ കാലുകൾ രണ്ടും കോർക്കുമ്പോൾ കൺകൾ ഈറൻ തൂവുന്നു. എൻ ഹൃദയം മെല്ലെ തകരുമ്പോൾ നീ എന്നിൽ നിന്നും മായുന്നു. ഒരു ചിരി പോലും നൽകാതെ നീ നിൻ യാത്ര തുടരുന്നു. ആദ്യമായി ഞാൻ നിൻ നെറ്റിൽ നൽകിയ ആദ്യ ചുംബനത്തെ അന്ത്യചുംബനം എന്ന് വിളിക്കുന്ന ഈ ലോകം എന്ന് ജിയോയുടെ മനസ്സ് കരഞ്ഞ നിമിഷം പതിയെ അവന്റെ കണ്ണുകൾ ഇരുട്ടിലേക്ക് വീണു. ദിവസങ്ങൾക്ക് ശേഷം ഒരു തണുത്ത പുലർച്ചെ വെള്ള പെയിന്റടിച്ച ചുമരുകളും മെഡിക്കൽ ഉപകരണങ്ങളുടെ ബീപ് ശബ്ദവും കേട്ടാണ് ജിയോ കണ്ണുകൾ തുറന്ന്. ബോധം തിരികെ വന്നപ്പോൾ അവൻ ICUവിലെ കട്ടില്ലായിരുന്നു. എന്റെ നിഷ. ജിയോയുടെ ചുണ്ടുകൾ വിറച്ചു. അരികിലിരുന്ന അമ്മ അവന്റെ കൈകൾ പിടിച്ച് വിങ്ങിപ്പൊട്ടി. മോനെ, നീ പേടിക്കണ്ട, നിനക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. കാലിന് ചെറിയൊരു പൊട്ടലുണ്ട്, വിശ്രമിച്ചാൽ മാറും. അമ്മേ നിഷ, അവൾക്ക്. ജിയോയുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീര് ഒലിച്ചിറങ്ങി. അവന്റെ നെഞ്ച് തകരുകയായിരുന്നു. പെട്ടെന്ന് ICUവിന്റെ വാതിൽ തുറന്ന് അനിയത്തി ജിയ അകത്തേക്ക് വന്നു. അവളുടെ മുഖത്ത് സങ്കടമല്ല, മറിച്ചൊരു വലിയ ആശ്വാസശിരിയായിരുന്നു. ജിയ മെല്ലെ വാതിലിന് വശത്തേക്ക് മാറി നിന്നു. അവിടെ ഒരു വീൽ ചെയറിൽ തലയിൽ വെളുത്ത ബാൻഡേജ് ഒട്ടിച്ച് കയ്യിൽ ട്രിപ്പുമായി നിഷ പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപകടത്തിൽ നിഷയുടെ തലക്കാണ് പരിക്ക് പറ്റിയത്. റോഡിൽ വീണ് ചോര വാർന്ന അവളുടേതായിരുന്നു. പക്ഷെ കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിച്ചുകൊണ്ട് ആ ജീവൻ തിരികെ കിട്ടി. ജിയോയുടെ ശ്വാസം നേരെ വീണു. മരണത്തെ തോൽപ്പിച്ച് തന്റെ പ്രണയം മുന്നിൽ നിൽക്കുന്നവൻ വിശ്വസിക്കാനാവാൻ നോക്കിയിരുന്നു. 2 ആഴ്ചയ്ക്ക് ശേഷം ജിയോയുടെ വീടിന്റെ ടെറസിൽ വൈകുന്നേരത്ത് തണുത്ത കാറ്റേറ്റ് അവർ രണ്ടുപേരും ഇരിക്കുകയാണ്. ജിയോയുടെ കാലിൽ പ്ലാസ്റ്റർ മാറ്റിയിട്ടില്ല. നിഷ പൂർണ്ണ ആരോഗ്യവതിയായി വരുന്നുണ്ട്. നിഷ, അന്ന് ലോറി ഇടിക്കുന്നതിന് തൊട്ടുമ്പ് നീ എന്തോ പറയാൻ തുടങ്ങിയാണല്ലോ. പിന്നെ എനിക്ക് നിന്നെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരു കാര്യം ഇപ്പോഴും മനസ്സിലാവുന്നില്ല. നിനക്ക് എങ്ങനെയാണ് എൻ്റെ പാസ്റ്റും ദിവ്യയെക്കുറിച്ചും ഞാൻ പാൽ ചായ കുടിക്കില്ലെന്ന് കൃത്യമായിട്ട് അറിയുന്നു. നീ എന്നെ നേരത്തെ അറിയോ? നിഷ കുറച്ചേരം ജിയോയെ നോക്കി നൈസായിട്ടൊന്ന് ചിരിച്ചു. എന്നിട്ട് താഴേക്ക് നോക്കി വിളിച്ചു. ഡീ ജിയ, ഇങ്ങോട്ട് വന്നേ. താഴെ നിന്ന് ജിയോ ഓടി മുകളിൽ വന്നു. അവൾ നിഷയുടെ തോൾ കൈയിട്ട് ജിയോയെ നോക്കി വിളിച്ചു കാണിച്ചു. നിങ്ങൾ തമ്മിൽ? ജിയോ, നീ വിചാരിച്ച പോലെ ഞാൻ വേറൊരു അപരിചിതയല്ല. ഈ നിൽക്കുന്ന ജിയക്കുട്ടിയുടെ കോളേജിലെ ഏറ്റവും അടുത്ത സീനിയർ ചേച്ചിയാണ് ഞാൻ. ജിയുടെ ഫോണിലെ വാൾപേപ്പറും ഗാലറിയും ഫുള്ള് നിന്റെ മ്യൂസിക് ബാൻഡിന്റെ പടങ്ങളും കവർ സോങ്ങുകളായിരുന്നു. അങ്ങനെ ഒരിക്കൽ ജിയുടെ ഫോണിലാണ് ഞാൻ ആദ്യമായിട്ട് നിന്റെ പാട്ട് കാണുന്നത്. അന്ന് തുടങ്ങിയതാ എനിക്ക് ഈ ജിയോയോടുള്ള ക്രഷ്. ജിയോ അത് കേട്ട് അന്തം വിട്ടുപോയി. നിഷ തുടർന്നു. പിന്നീട് ജിയോ വഴി നിന്റെ എല്ലാ സ്വഭാവങ്ങളും ഞാൻ അറിഞ്ഞു. നീ പാൽ ചായ കുടിക്കില്ലെന്നും കട്ടൻ ചായ മാത്രമേ കുടിക്കുമെന്നും ജിയ തന്നെയാണ് എന്നോട് പറഞ്ഞത്. നീ ദിവ്യയെ പ്രണയിച്ചവും അവൾ ഓസ്ട്രേലിയയിലേക്ക് പോയതെല്ലാം ഞാൻ ജിയയിൽ നിന്ന് അറിഞ്ഞു. അന്ന് കോഫി ഷോപ്പിൽ വെച്ച് സപ്ലയറിന്റെ ദേഹത്ത് ഫുഡ് ഇട്ടപ്പോൾ ഞാൻ ദേഷ്യപ്പെടാതിരുന്ന് ജിയ നിന്റെ സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാ. എൻ്റെ ഏട്ടന് നല്ല മനസ്സുള്ള പെൺകുട്ടികളാണ് ഇഷ്ടമെന്ന് ജിയ എനിക്ക് തന്ന ടിപ്പായിരുന്നത്. ജിയോ ജിയയെ നോക്കി പല്ലിയടിച്ചു. എടി കുരിപ്പേ, അപ്പൊ നീയാണല്ലേ ഇതിൻ്റെയൊക്കെ പിന്നിൽ? ജിയോ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതേട്ടാ, എനിക്ക് എൻ്റെ ഏട്ടന് പറ്റിയ ഒരേ ഒരു ചേച്ചിയെ കണ്ടെത്തണമായിരുന്നു. അതിന് നിഷ ചേച്ചിയേക്കാൾ നല്ലൊരു ഓപ്ഷൻ വേറെയില്ല. ലൈബ്രറിയിൽ നീ വരുന്നറിഞ്ഞ് ചേച്ചി മനഃപൂർവ്വം നിന്റെ മുന്നിൽ വന്നിരുന്ന ഇൻകോഗ്നിറ്റോ സൊല്യൂഷൻസിൽ വേക്കൻസി ഉണ്ടെന്ന് നിന്നെ അറിയിച്ചത് ഞാൻ തന്നെയാ. ജിയോക്ക് ചിരിക്കണോ കരയണമെന്നറിയാത്ത അവസ്ഥയായി. അവളോട് സംസാരിക്കാൻ വേണ്ടി താനെടുത്ത കഷ്ടപ്പാടുകളെ ഓർത്ത് അവൻ സ്വയം ചിരിച്ചു.
1 മാസം കഴിഞ്ഞു. ജിയോയുടെ കാലിലെ പ്ലാസ്റ്ററൊക്കെ മാറ്റി അവൻ പൂർണ്ണമായും റെഡിയായി. അന്ന് രാത്രി നല്ല കനത്ത മഴ പെയ്യാൻ തുടങ്ങി. തണുത്ത കാറ്റും ജനലിൽ വന്നടിക്കുന്ന മഴത്തുള്ളികളും ജിയോയെ പഴയ രാത്രിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവൻ പെട്ടെന്ന് ഫോൺ എടുത്ത് നിഷയെ വിളിച്ചു. നിഷ, പുറത്തേക്ക് നോക്ക്, നല്ല സൂപ്പർ മഴ. നീ റെഡി ആയിക്കോ, ഞാൻ അതാ വരുന്നു. 10 മിനിറ്റിനുള്ളിൽ ജിയോ തന്റെ ബുള്ളറ്റുമായി നിഷയുടെ വീടിന് മുമ്പിലെത്തി. നിഷ ഒരു കുടയും ചൂടി ഓടി വന്ന ബുള്ളറ്റിന്റെ പുറകിലേക്ക് കയറി. ആ കനത്ത മഴയത്ത് ബുള്ളറ്റിന്റെ ശബ്ദത്തിനിടയിലൂടെ അവർ ആ പഴയ കോഫി ഷോപ്പ് ലക്ഷ്യമാക്കി നീങ്ങി. മഴ നനഞ്ഞു വിറച്ചുകൊണ്ട് അവർ രണ്ടുപേരും കോഫി ഷോപ്പിനുള്ളിലേക്ക് കയറി ഒരു ടേബിളിലിരുന്നു. സ്ട്രീറ്റ് ലൈറ്റിന്റെ മഞ്ഞ വെളിച്ചത്തിൽ മഴത്തുള്ളികൾ വീഴുന്ന ചില്ലിലൂടെ നോക്കിക്കാണാൻ അപ്പോഴും നല്ല ഭംഗിയുണ്ടായിരുന്നു. സപ്ലയർ ചേട്ടൻ ചിരിച്ചുകൊണ്ട് അവരുടെ അടുത്തേക്ക് വന്നു. സാറിന് മേഡത്തിന് എന്താ വേണ്ടത്? ജിയോ കള്ളച്ചിരിയോടെ നിഷയെ നോക്കി. എന്നിട്ട് പഴയ ആ മാസ് ഡയലോഗ് എടുത്ത് കാച്ചി. ചേട്ടാ, ടീ 2, പാല് കുറച്ച്, വിത്തൗട്ട് ഷുഗർ. അത് കേട്ടോ നിഷ കണ്ണുരുട്ടി ജിയോയെ നോക്കി. എന്നിട്ട് സപ്ലൈ ചേട്ടനോട് തമാശ രൂപത്തിൽ ഉച്ചത്തിൽ പറഞ്ഞു. അല്ലേട്ടാ, അയാൾ പറയുന്നത് കേൾക്കണ്ട. പുള്ളിക്ക് പാലും വേണ്ട, ഒരു മണ്ണും വേണ്ട, 2 കട്ടൻ ചായ എടുത്തോ. പുള്ളി വെറുതെ ചാടാണിക്കുന്ന. ആളുടെ ആ മറുപടി കേട്ട് സപ്ലൈ ചേട്ടൻ ഉറക്കെ ചിരിച്ചു. ജിയോയും നിഷയും പരസ്പരം നോക്കി ചിരി അടക്കാനാവാതെ പൊട്ടിച്ചിരിച്ചു. ആ തണുത്ത മഴയുള്ള രാത്രിയിൽ ചൂടുള്ള കട്ടൻ ചായ കയ്യിലെടുത്ത് പരസ്പരം കൈകോർത്ത് പിടിച്ച് അവർ ആ ചായ കുടിച്ചു തീർത്തു. അവരുടെ ആദ്യാനുരാഗത്തിന്റെ മധുരത്തിനൊപ്പം.